ഓട്ടിടച്ചട്ടിയിൽ ചുട്ടെടുത്ത ആരോട് കൂടിയുള്ള അപ്പവും പിന്നെ തേങ്ങാപ്പാലിൽ ചെയ്തെടുത്ത നല്ല അടിപൊളിയായിട്ടുള്ളൊരു എഗ് റോസ്റ്റ് കറിയുമാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പം തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് വറുത്ത അരിപ്പൊടി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കൈ ഇട്ടാൽ പൊള്ളാത്ത തരത്തിലുള്ള ഇളം ചൂടുള്ള വെള്ളം നമുക്ക് ആദ്യം ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഒരു കപ്പും കൂടി എടുത്തിട്ടുണ്ട്, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിനുശേഷം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ നമുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനിടയിൽ നമുക്ക് മുട്ട റോസ്റ്റ് തയ്യാറാക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം, പെരുംജീരകമാണ് മുഴുവനായിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 3-4 സവാള സ്ലൈസ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതിനുശേഷം 2 പച്ചമുളക്, 2 ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത്, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. 2 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇത് ഒന്ന് ഇളക്കി ആ ടൊമാറ്റോയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇനി നമുക്ക് മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇറക്കാൻ നേരത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അപ്പം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നത് ബാറ്റർ എടുക്കാം. ഒരു ഓട്ടിച്ചട്ടിയിലേക്ക്, ചൂടായ ഓട്ടിച്ചട്ടിയിലേക്ക് എണ്ണ തടവി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആട്ടി വെച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ മാവ് ഒരു കയ്യിൽ എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പരത്തണ്ട. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. പിന്നെ 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ്, നല്ല ആരോട് കൂടിയുള്ള അപ്പമാണ്. അപ്പോൾ ഞാൻ അപ്പം മൊത്തവും ഞാൻ ചുട്ടെടുത്തേ. 1 കപ്പ് അരിപ്പൊടിയിൽ നിന്ന് എനിക്ക് 6 എണ്ണം ചുട്ടെടുക്കാൻ പറ്റി. അപ്പോൾ നല്ല ആരോട് കൂടിയുള്ള അപ്പവും എഗ് റോസ്റ്റും ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ.